എൻജോയ് ഫുഡ് ആൻഡ് നേച്ചറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും കരാമയിലാണ്. കരാമയിൽ നമ്മൾ ഇതിന് മുമ്പേ വന്നിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പേ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് റെസ്റ്റോ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും അകത്ത് കയറി ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡ് എന്താണെന്നൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കയറി ഇവരുടെ അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കറി ഇതിനു വേണ്ടി ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. എന്തായാലും നമുക്ക് ചട്ടിച്ചോറൊന്ന് സെറ്റ് ചെയ്ത് തരുന്നത് നൗഫലിയേട്ടനാണ്. നൗഫലിയേട്ടനോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കറി ചട്ടിച്ചോറിന് വേണ്ടിയിട്ടുള്ളതെന്ന്. നൗഫലിയേട്ട ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ. കൂട്ടുകറി, ബീഫ് ഫ്രൈ, ബീഫ് കറി, ഓക്കെ, ചിക്കൻ കറി, പിന്നെ അവിയൽ, അവിയൽ, തോരൻ, ചമ്മന്തി, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ ഇത് പ്രോൺസ്. അത് സ്പെഷ്യലാണ്. പ്രോൺസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ്. പ്രോൺസ് ചട്ടിച്ചോറിൽ സ്പെഷ്യലായിട്ട് കിട്ടും. ഈ മൂന്നും, അതായത് ചിക്കൻ, ഫിഷ്, പിന്നെ ബീഫ്, ഇത് സ്പെഷ്യലായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഓക്കെ, ശരി. അപ്പം നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചട്ടിച്ചോറിനകത്ത് നമുക്ക് കാണാൻ പറ്റും സ്പെഷ്യൽ ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ് തോരനാണിത്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് മീനുണ്ട്. മീൻ കിളിമീനാണ്. പിന്നെ മീൻ കറിയുണ്ട്. ഒരു കൂട്ടുകറി കാണാൻ പറ്റും, കടലയുടെ ഒരു കൂട്ടുകറിയാണിത്. പിന്നെ അവിയൽ, തോരൻ, ചമ്മന്തി, പിന്നെ ഒരു പപ്പടമുണ്ട്. ഇതൊക്കെയാണ് ഈ ചട്ടിച്ചോറിൻ്റെ സ്പെഷ്യൽസ്. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒരു പായസമുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിഷ് ഫ്രൈ ആണ് സ്പെഷ്യൽ ചട്ടിച്ചോറിൽ. അലൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. അത് കഴിച്ചിട്ട്, ബീഫ് ഫ്രൈ ചട്ടിച്ചോറ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ അലൻ എന്തായാലും പറയുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വിഭവങ്ങളൊന്നും അതിനകത്ത് കാണില്ല. ചിലപ്പോൾ നമ്മൾ ബാക്കി വരുന്ന മീൻ കറി ആയിരിക്കും, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, അതായത് ബീഫ് ഫ്രൈ വറുത്തതിൻ്റെ ആ ഒരു ചട്ടിയിൽ നിന്ന് നമ്മൾ ചോറിട്ട് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ ചട്ടിച്ചോറൊന്നിനി കഴിച്ചു നോക്കാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. എല്ലാ കറിയും കൂട്ടിക്കുഴച്ച് വേണം ചട്ടിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടുത്തെ സർവീസൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഒരു പറഞ്ഞ അപ്പം തന്നെ നമുക്ക് ചട്ടിച്ചോറ് റെഡിയാക്കി തന്നു. നീ കഴിച്ചു നോക്കാം എന്തായാലും. സൂപ്പറാണ്. ആ കൂട്ടുകറിയില്ലേ, ആ കൂട്ടുകറിയുടെ അരപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ മീൻകറിയും നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ഫിഷ് ഫ്രൈ ഓവറായിട്ട് ഇവർ ഫ്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഫിഷിന് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. ഇതിപ്പോൾ കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല കിടിലൻ ഫുഡാണ്. നമ്മുടെ ചട്ടിച്ചോറിനകത്ത് മീൻ കറി എന്നത് ഐക്കൂറ കറിയാണ് കേട്ടോ. അത് ഐക്കൂറ കറി നല്ല പാലൊക്കെ പിഴിഞ്ഞ് നല്ല കിടുവായിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ ഈ മുള്ളു പോകാതെ സൂക്ഷിക്കണം, അത് മാത്രമേ ഉള്ളൂ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം മീൻ കറി എടുക്കുമ്പോൾ. അടുത്ത നമ്മുടെ അലൻ ബീഫ് സ്പെഷ്യലായിട്ടുള്ള ചട്ടിച്ചോറ് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ചട്ടിച്ചോറ്. ഇതാണ്ട് ബീഫ്,
ഈ ബീഫ് ഫ്രൈക്ക് നല്ല സ്പൈസി ബീഫ് ഫ്രൈ ആണ്. നല്ല കുരുമുളകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്പൈസി ഉണ്ട്. പിന്നെ കടല ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് കുറേയായിട്ട് നല്ല സൂപ്പർ ഡിഷാണിത്. നല്ല സ്പൈസിയാണ്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പായസം കൂടെ കുടിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല പരിപ്പ് പായസമാണ് കേട്ടോ. ആ മധുരമൊക്കെ ഉണ്ടല്ലോ, നല്ല കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ. കൊള്ളാം. അപ്പം നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.